ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൺമണി ധനലക്ഷ്മിയെ പൊളിച്ചെടുക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡാണ്, ആരും മിസ്സാക്കല്ല്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് കൺമണിയുടെ സാലറി സർട്ടിഫിക്കറ്റ് അച്ഛൻ്റെ കൊടുത്തിട്ട് പറയുന്നതാണ്, ഇങ്ങനെ നമുക്ക് ലോൺ കിട്ടും, അങ്ങനെ ഈ ലോൺ വെച്ച് നമുക്ക് നമ്മുടെ പഴയ ലോൺ അടയ്ക്കാമെന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ കൺമണിയുടെ അച്ഛൻ ഇതൊക്കെ കണ്ട് സന്തോഷം നിൽക്കുന്നതാണ്. ആ സമയത്ത് നമ്മുടെ ഗോകുലാണെങ്കിൽ ഓടിക്കയച്ച് കൺമണിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, കൺമണി അപ്പയ്ക്കെതിരെ എന്തൊക്കെയോ അവിടെ ഗൂഢാലോചന അമ്മയും അമ്മായിമാരും കൂടെ നടത്തുന്നുണ്ട് എന്നൊക്കെ, എനിക്ക് പേടിയാവുന്നു, നമ്മുടെ വീടിൻ്റെ കടം അടയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് കൺമണി പറയുന്നുണ്ട്, എടാ ഇത് നീ വായിച്ച് നോക്ക്, ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ കട അടയാൻ പോണത്, ഇതെൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ ഇത് കാണുന്ന ഗോകുലാണെങ്കിൽ ഇത് വായിച്ചിട്ട് സന്തോഷത്തോടെ എന്നിട്ട് പറയും, അപ്പോൾ നമ്മളെ വീട് നമുക്ക് തിരിച്ച് കിട്ടും അല്ലേ അപ്പയെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയും, അതേ ഗോകുലെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗോകുലാണെങ്കിൽ കൺമണിയെ പൊക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ കൺമണിയാണ്, അപ്പോഴേക്ക് ഇത്രയും ശമ്പളമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ പൊക്കി അടിക്കുന്നുണ്ട് കൺമണിയെ. പിന്നീട് കാണിക്കുന്ന അമ്മായിമാരെ ധനലക്ഷ്മിയാണ്. ധനലക്ഷ്മി മാക്സിമം അമ്മായിമാരെ തിളപ്പിക്കാനുള്ളൊരു പ്രയത്നത്തിലാണ്. ലക്ഷ്മി അമ്മായിമാരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട കൺമണി ഈ വീട് ജപ്തിയിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരുമെന്ന്. ആ സമയത്ത് അമ്മായിമാരൊന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മായിമാർ ഓഫീസിൽ നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. വിദ്യയുടെ സസ്പെൻഷനെ കുറിച്ചാണ് പറയുന്നത്. ആ സമയത്ത് ധനലക്ഷ്മി പറയുന്നുണ്ട്, കണ്ടില്ലേ വിദ്യയെ പോലും അവളാൽ സസ്പെൻഡ് ചെയ്ത്, അപ്പം നിങ്ങളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, ഈ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളെ അവൾ അടിച്ചിറക്കാൻ നല്ല ഇതുണ്ട്, അതുകൊണ്ട് അവളെ കുടിച്ച് വെള്ളത്തിൽ പോലും നിങ്ങൾ വിശ്വസിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അമ്മായിമാർ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാതെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ധനലക്ഷ്മി വേറെയും കുറേ കാര്യങ്ങളൊക്കെ കൺമണിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മായിമാർക്ക്. അമ്മായിമാർ ഇതൊക്കെ വെള്ളം തൊടാതെ അപ്പാടെ വിഴുങ്ങുന്നുമുണ്ട്. അമ്മായിമാർ കൺഫ്യൂഷൻ അടിച്ച് പറയുന്നുണ്ട്, നീ പറയുന്ന എന്ത് ഞങ്ങൾ കേൾക്കാൻ ധനലക്ഷ്മി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ധനലക്ഷ്മിക്ക് മനസ്സിലായി താൻ തേടിയ വള്ളി കാലിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ ധനലക്ഷ്മിയുടെ പ്ലാൻ അങ്ങ് തുടങ്ങുവാണ്. ധനലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ പറയുന്ന പോലെ കേട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടും തിരിച്ച് കിട്ടും, കുറേ സമ്മാനങ്ങളും കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മായിമാർ ചോദിക്കുന്നുണ്ട്, എന്താ അത്? അപ്പോഴത്തേക്ക് ധനലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കൺമണിയെ കൊണ്ട് എങ്ങനെയെങ്കിലും വരുണിൻ്റെ കല്യാണത്തിൽ സമ്മതിക്കും, എന്നാൽ അവ അടുത്ത ദിവസം തന്നെ വീടും തിരിച്ചെടുത്ത് തരുമെന്ന് പറയും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കിട്ടുന്ന 101 പവനിൽ നിങ്ങൾക്ക് 10 പവൻ വീതം തരുകയും ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേട്ട് അമ്മായിമാർക്ക് സന്തോഷമാവും. അത് കഴിഞ്ഞ് ധനലക്ഷ്മിക്കിട്ട് അമ്മായിമാർ കുത്തുന്നുണ്ട്, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഊരിയെടുത്ത വള ഇങ്ങി തരാം ഇപ്പം തന്നെ. അപ്പോൾ ധനലക്ഷ്മി ബുദ്ധിപരമായ അടുത്ത നീക്കം നീങ്ങുന്നുണ്ട്. എന്നിട്ട് ധനലക്ഷ്മി പറയുന്നുണ്ട്, കൺമണി വരുണുമായിട്ടുള്ള കല്യാണത്തിൽ സമ്മതിക്കുന്ന ആ നിമിഷം നിങ്ങൾക്ക് ഞാൻ വള തരാം, എന്തായാലും ഇപ്പം തരാൻ പറ്റില്ലെന്ന് പറയും. അപ്പോൾ ഈ മണ്ടരായ അമ്മായിമാർ ആണെങ്കിൽ അതങ്ങ് വിശ്വസിച്ചിട്ട് ഉടനെ ചോദിക്കും, അല്ല ഇൻ കേസ് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ ധനലക്ഷ്മി പറയുന്നുണ്ട്, സമ്മതിച്ചില്ലെങ്കിൽ മണിക്ക് ആ ലോൺ തിരിച്ചടയ്ക്കാനും പറ്റത്തില്ല, എന്നിട്ട് അവളുടെ അടുത്ത് നിങ്ങൾ പറയണം ഈ വീട് വിട്ട് ഇറങ്ങാൻ, പെട്ടിയും കിടക്കുക എല്ലായിടത്തും ഇറങ്ങിക്കോന്ന് നിങ്ങൾ പറയുകയും ചെയ്യണം എന്ന് പറയും. എന്നിട്ട് ഉടനെ ധനലക്ഷ്മി നോക്കുമ്പോൾ കൺമണി എന്നാണ്. അങ്ങനെ ധനലക്ഷ്മി പറയാം അമ്മായിമാരുടെ അടുത്ത്, ഞാൻ ഒരു കാര്യം ചെയ്യാൻ അങ്ങോട്ട് മാറിക്കാം, നിങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞ് എല്ലാം ഒപ്പിച്ചിട്ട് ധനലക്ഷ്മി ചൊവ്വേൻ്റെ പുറകിലേക്ക് ഓടി മാറി. ആ സമയത്ത് അങ്ങോട്ട് കൺമണിയും ഗോകുലും അച്ഛനോട് സന്തോഷത്തോടെ നടന്നു വരുമായിരിക്കും. അപ്പോഴത്തേക്ക് അമ്മായിമാർ ആണെങ്കിൽ ഓടി ചെന്നവരുടെ മുന്നിൽ നിൽക്കും. എന്നിട്ട് കൺമണി ആണെങ്കിൽ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സുലോചന അമ്മയാണെങ്കിൽ കൺമണിയുടെ മുന്നിലേക്ക് ചാടി കയറി നിന്ന് കൈ നീട്ടി തടയും കൺമണിയെ. അപ്പോഴത്തേക്ക് കൺമണി ചോദിക്കും, ഇന്ന് അമ്മായിമാരൊക്കെ കട്ടക്കലിപ്പിലാണല്ലോ, എന്താ കാര്യം എന്ന്. സമയത്ത് അമ്മായിമാർ പറയുന്നുണ്ട്, ഈ ലോൺ എങ്ങനെ തിരിച്ചടയ്ക്കാമെന്ന് വല്ലോ എന്തെങ്കിലും വിചാരം നിനക്കുണ്ടോ? നീയും നിൻ്റെ അച്ഛനാണ് ഈ ലോൺ എടുത്തത്, അപ്പം നിങ്ങൾ രണ്ടുപേരും തന്നെ ഇത് തിരിച്ചടയ്ക്കാൻ വേണം എന്ന് പറയുന്നുണ്ട്. ഒരു മാസമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, നാളെ തന്നെ നീ ഈ ലോൺ അടിച്ച് ഈ വീട് തിരിച്ചെടുത്ത് വേണം എന്ന് പറയും. അപ്പോഴത്തേക്ക് കൺമണിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് തിരിച്ച്, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. ആ സമയത്ത് അമ്മായിമാർക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നീ വരുണമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് കൺമണി അറിയുന്നുണ്ട്, അതും ഞാൻ സമ്മതിക്കില്ല, അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. കേട്ട് അമ്മായിമാർക്ക് ദേഷ്യം വന്ന് ഉത്തരം മുട്ടി പോവാണ്. ആ സമയത്ത് കാര്യം വഷളാവെന്ന് അറിഞ്ഞ് ധനലക്ഷ്മി ഉടനെ ഒന്നും അറിയാത്ത പോലെ ചൊവ്വേൻ്റെ പിന്നിൽ നിന്ന് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ ഇവിടെ എന്താ ബഹളം എന്ന്. അമ്മായിമാർ പറയുന്നുണ്ട്, ഇവള് ഇവള് ലോൺ തിരിച്ചടക്കില്ലെന്ന്. ഞങ്ങളൊരു കാര്യം പറയാം, ഈ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ പിന്നെ നീയും നിൻ്റെ അച്ഛനും ഒരിക്കലും ഈ വീട്ടിൽ പിന്നെ തിരിച്ച് വീട്ടിൻ്റെ അകത്തേക്ക് കയറില്ല, അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയും.
കൺമണി പറയുന്നുണ്ട്, അങ്ങനെയാണ് എന്നാൽ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് കയറാൻ പോകുമ്പോൾ ഞങ്ങൾ സമ്മതിക്കില്ലല്ലോ എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കൺമണിയെ പിടിച്ചങ്ങ് തള്ളും. ഞങ്ങൾ പറഞ്ഞു തന്നെയാണ് ഈ വീടിൻ്റെ ലോൺ തിരിച്ചടയ്ക്കാൻ നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറണ്ടെന്ന് അമ്മമാർ തറപ്പിച്ച് തന്നെ പറയും. ഇത് കേൾക്കുന്ന കൺമണി ഒന്ന് ചിരിച്ചിട്ട്, എടാ ഗോകുലെ നീ അങ്ങ് പറഞ്ഞു കൊടുത്തേന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഉടനെ ഗോകുൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ അമ്മമാരെ ഇങ്ങനെ, നാളെ തന്നെ നമ്മുടെ ലോൺ അടച്ച് ഈ വീട് ജപ്തിയിൽ നിന്ന് തിരിച്ചെടുക്കുമെന്ന് പറയേ. അപ്പോഴത്തേക്കും അമ്മായിമാർ ചിരിച്ചിട്ട് പറയുന്നു, പിന്നെ നിൻ്റെ അപ്പ ഇപ്പം ലോൺ അടിച്ച് ഇപ്പം തിരിച്ച് എടുക്കും വീട്, 15 ലക്ഷം രൂപ ഇവിടെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും, കാക്ക മലർന്നു പറഞ്ഞാലും ഇക്കാര്യം ഞങ്ങൾ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ് ചിരിക്കും. ഉടനെ ഗോകുൽ പറയുന്നുണ്ട്, അപ്പ അല്ലെങ്കിൽ ചീഫ് ഡിസൈനറാണ്, അതുകൊണ്ട് തന്നെ അപ്പയുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ കിട്ടുമെന്ന്. അപ്പോഴത്തേക്ക് ഉടനെ അമ്മമാരും പിന്നെയും കളിയാക്കി പറയുന്നുണ്ട്, ഇവൾ അവിടുത്തെ ചീഫ് ഡിസൈനറാണെങ്കിൽ ഇവൾക്ക് വലിയ പൈസയൊന്നും അവിടെ സാലറി ആയിട്ടൊന്നും കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഉടനെ ഗോകുൽ ഈ ഇതുണ്ടല്ലോ സാലറി സർട്ടിഫിക്കറ്റ് എടുത്ത് ഇവരുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ഇവർക്കാണെങ്കിൽ വായിക്കാൻ അത്ര പോരാത്തതുകൊണ്ട് ഇവരിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ധനലക്ഷ്മി ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വായിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് 1.5 ലക്ഷം രൂപയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ധനലക്ഷ്മിയുടെ കണ്ണിങ്ങനെ തള്ളി ഇപ്പോൾ വീഴും, ആ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. കമ്പനിയുടെ മാസശമ്പളം 1.5 ലക്ഷം രൂപയാണെന്ന് കാണുന്നത് ധനലക്ഷ്മി ഞെട്ടിപ്പോവാണ്. സത്യം പറഞ്ഞാൽ അമ്മായിമാർ ഇത് കേട്ട് ഞെട്ടുന്നുണ്ട്. പിന്നീട് കൺമണി പറയുന്നുണ്ട്, എനിക്കറിയാം ഏട്ടത്തെയാണ് നിങ്ങളെ പിരികേറ്റി വിട്ടതെന്നൊക്കെ. പിന്നെ ഏട്ടത്തിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, വരുണുമായിട്ട് എൻ്റെ കല്യാണം നടക്കുമെന്ന് ഒരിക്കലും ഏട്ടത്തി ചിന്തിക്കേ വേണ്ട എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അമ്മമാരുടെ അടുത്ത് പോയിട്ട് കൺമണി പറയുന്നുണ്ട്, ഇനി എനിക്ക് വീട്ടിലേക്ക് കയറാമല്ലോ അല്ലേ എന്ന് ഒരാക്കിച്ചിരിയോടുകൂടി കൺമണി പോകുന്നുണ്ട്. ഗോകുൽ ഒട്ടും കളിയാക്കൽ കുറയ്ക്കാതെ എന്നെ ചെന്ന് അമ്മമാരെ കളിയാക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കാശ് വല്ലതും കടം വേണമെങ്കിൽ അപ്പയെടുത്ത് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ അമ്മായിമാർ ധനലക്ഷ്മിയുടെ അടുത്ത് പറയും, അപ്പം നീ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയല്ലേടി ഈ പിരികേറ്റി വിട്ട് ഞങ്ങളെ, ഇനി ഇമാതിരി വേലകളുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന അപ്പം ഞങ്ങൾ വിവരം അറിയിക്കും നിന്നെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. ഈ സമയത്ത് ധനലക്ഷ്മി തൻ്റെ പ്ലാൻ പൊളിഞ്ഞല്ലോ എന്നുള്ള വിഷമത്തിൽ ദേഷ്യത്തിലും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന വിദ്യയാണ്. വിദ്യയാണെങ്കിൽ അലികയിൽ നിന്ന് കിട്ടിയ സസ്പെൻഷൻ ലെറ്ററുമായിട്ട് ബലരാമൻ്റെ അടുത്തേക്ക് വന്നേക്കുവാണ്. വിദ്യ ബലരാമനോട് പറയുന്നുണ്ട്, സാറ് പറയുന്ന കേട്ട് ഞാൻ കൺമണിക്കെതിരെ നീങ്ങിയതുകൊണ്ടാണ് എനിക്കിപ്പോൾ അലികയിൽ നിന്ന് സസ്പെൻഷൻ കിട്ടിയത്, മിക്കവാറും ഇത് പെർമനൻ്റ് ആവാനാണ് സാധ്യത, അലികയിൽ നിന്ന് മിക്കവാറും എന്നെ പിരിച്ചുവിടും, അതുകൊണ്ട് സാർ എനിക്ക് ജോലി ചെയ്യണം. ആ സമയത്ത് ബലരാമൻ പറയുന്നുണ്ട്, അതൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പോഴത്തേക്ക് വിദ്യ പറയുന്നുണ്ട്, ഇപ്പോൾ സാറ് കാല് മാറിയല്ലേ എന്ന് പറയുന്നുണ്ട്. സാറ് കാരണമാണ് എനിക്കിപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നത്, സാറ് കാരണമാണ് ഇപ്പോൾ എനിക്ക് ഈ ജോലി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്, എന്നിട്ടിപ്പോൾ സാർ എന്നെ കൈയൊഴിയാണല്ലേ എന്ന് വിദ്യ ചോദിക്കുകയാണ്. ഇതൊരു ഭീഷണി സ്വയത്തെയാണ് വിദ്യ പറയുന്നത്. ഇത് കേൾക്കുന്ന ബലരാമന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ബലരാമൻ പറയുന്നുണ്ട്, എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരാളെ ഒരിക്കലും ഞാൻ കൈവിടില്ല, ഞാൻ പറഞ്ഞ ബിആറിൽ ജോലി ചെയ്യില്ലെന്ന് മാത്രമാണ്, അല്ലാതെ വിദ്യയ്ക്ക് പൈസ തരില്ലെന്നല്ല, അതുകൊണ്ട് മാസാമാസം വിദ്യയ്ക്ക് സാലറി എന്ന പോലെ ഒരു എമൗണ്ട് കിട്ടുമെന്ന് പറയും. അപ്പോഴത്തേക്ക് വിദ്യ പറയുന്നുണ്ട്, അങ്ങനെ സാറിൻ്റെ ഒരു ഓപ്ഷൻ ഒന്നും വെച്ചുള്ള കാര്യങ്ങളല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് വെറുതെ പൈസ വേണ്ട, എനിക്ക് ജോലിയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബലരാമൻ ചോദിക്കുന്നുണ്ട്, ഭീഷണിയാണോ എന്ന്. അപ്പോൾ വിദ്യ ഒന്നും പറയുന്നില്ല, ഇനി ഭീഷണി ആയാൽ തന്നെ എനിക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വിദ്യ ചോദിക്കുന്നുണ്ട്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, ആ ഡൽഹി പ്രോജക്റ്റിന് വെച്ച ഡിസൈൻ അത് കൺമണിയാണോ വരച്ചതെന്ന്. അപ്പോഴത്തേക്ക് ബലരാമൻ അല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് വിദ്യയ്ക്ക് അങ്ങ് ദേഷ്യം വന്ന് വിദ്യ നിൽക്കുന്നുണ്ട്. പിന്നീട് സുമിത്രയാണ് കാണിക്കുന്നത്. സുമിത്ര വിദ്യയെ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിദ്യ സുമിത്രയെ കാണുമ്പോൾ ഇങ്ങനെ എന്താ മാഡം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, ബലരാമൻ നിന്നെ കൈവിട്ടു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യ, അല്ല ബലരാമൻ സാറ് ജോലി തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സുമിത്ര പറയുന്നുണ്ട്, എന്നെ വിശ്വസിക്കുന്നതിന് ഞാൻ കൈവിടില്ല ബലരാമനെ പോലെ, ഞാൻ നിനക്ക് ജോലി തരാം ബിആറിലെന്ന് പറയും. അപ്പോൾ വിദ്യ പറയും, ആണോ, ഏത് പോസ്റ്റാന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും സുമിത്ര പറയുന്നുണ്ട്, അതൊക്കെ പറയാം, വിദ്യയ്ക്ക് ബിആർ ഗ്രൂപ്പ് ഒരു ജോലി തരാം എന്ന് പറയുന്നുണ്ട് സുമിത്ര. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ വിദ്യ ചോദിക്കുന്നുണ്ട്, എന്ത് ജോലിയെന്ന്. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, വിദ്യ ആദ്യം അലികയിൽ തിരിച്ചു കയറണമെന്ന്. അപ്പോൾ വിദ്യയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. പിന്നെ ബലരാമൻ സാറും ഇത് തന്നെയല്ലേ പറഞ്ഞതെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. പിന്നീട് സുമിത്ര പറയുന്നുണ്ട്, ഇതാണ് വിദ്യയുടെ ആദ്യത്തെ ജോലി, ഇത് വിദ്യ നല്ല രീതിയിൽ പൂർത്തിയാക്കണം, പിന്നെ ഇത് പൂർത്തിയാക്കുന്ന വിദ്യയുടെ ബുദ്ധിക്കനുസരിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. ബലരാമനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ വിദ്യ ഇവിടെ സുമിത്രയുടെ അടുത്തും ചോദിക്കുന്നുണ്ട്, ഡൽഹി പ്രോജക്റ്റിനായിട്ട് ആരാ വരച്ചതെന്ന്. അപ്പോഴത്തേക്കും സുമിത്ര പറയുന്നുണ്ട്, എനിക്കറിയാവുന്ന ഇത് വിദ്യ ചോദിക്കുമെന്ന്, കാരണം വിദ്യയ്ക്ക് നല്ല ബുദ്ധിയുള്ള ഒരാളാണല്ലോ.
അതെ, കൺമണിയാണ് വരച്ചതെന്ന് പറയുന്നുണ്ട് സുമിത്ര. അങ്ങനെ ആ സത്യം കേട്ട് വിദ്യ സന്തോഷിച്ച് നിൽക്കുവാണ്. വിദ്യയ്ക്ക് നല്ലൊരു അസ്ത്രമാണല്ലോ കൈ കിട്ടിയിരിക്കുന്നത് എടുത്ത് പ്രയോഗിക്കാൻ. പക്ഷേ വിദ്യയ്ക്കറിയില്ലല്ലോ ഈ ചിരി കരച്ചിലിൻ്റെ മുന്നോടിയാണെന്ന്. കാരണം കൺമണിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദേവജി ഉണ്ടെന്നുള്ള കാര്യം വിദ്യയ്ക്ക് അറിയില്ല. പിന്നീട് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി അലസമായിട്ട് എന്തൊക്കെയോ മനസ്സിൽ ആലോചിച്ച് പച്ചക്കറികൾ അരിയുന്നുണ്ട്. ആ സമയത്ത് കൺമണിയുടെ കൈ മുറിയുന്നുണ്ട്. അപ്പോൾ കൺമണിയാണെങ്കിൽ കിടന്ന് വിളിക്കുന്നുണ്ട് ഗോകുലിനെ അച്ഛനെയൊക്കെ. പക്ഷെ വരുന്നത് ധനലക്ഷ്മിയാണെന്ന് മാത്രം. പിന്നീട് കൺമണിയുടെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് ചോര വാർന്നൊഴുകുവാണ്. ആ സമയത്ത് കൺമണി പെട്ടെന്ന് പേടിച്ചിട്ട് ധനലക്ഷ്മി അടുത്ത് പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് ചോര ഇങ്ങനെ വരുക, എന്ത് ചെയ്യുന്നു? അപ്പോഴത്തേക്ക് ധനലക്ഷ്മി കളിയാക്കുന്നുണ്ട് കൺമണിയെ. നീ ഒരു കാര്യം ചെയ്യും, നീ വലിയൊരാളല്ലേ, അപ്പം നീ ചോരയോട് പറ ചോര ഒഴുകല്ലേന്ന്, അപ്പം ചോര നിൽക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് കൺമണി പറയുന്നുണ്ട്, ചേച്ചി ചോര നിൽക്കുന്നില്ല, എന്തെങ്കിലും ഒരു തുണിയോ മറ്റോ എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ധനലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ഒന്നും ചെയ്യില്ല, നീ തന്നെ അങ്ങ് ചെയ്തിരുന്നാൽ മതി, എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ട് ഗോകുൽ വരുന്നുണ്ട്. എന്നിട്ട് ഗോകുൽ പറയുന്നുണ്ട്, അപ്പം ഇതെന്താ അപ്പയ്ക്ക് പറ്റിയെന്ന്. അപ്പോഴത്തേക്ക് കൺമണി പറയുന്നുണ്ട്, അത് ഗോകുലിൻ്റെ കൈ മുറിഞ്ഞ് ചോര വരുക. അപ്പോഴത്തേക്ക് ഗോകുൽ പറയുന്നുണ്ട്, ഞാൻ പോയി കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തുകൊണ്ട് വരാമെന്ന്. ആ സമയത്ത് ധനലക്ഷ്മി ഗോകുലിനെ വഴക്ക് പറയുന്നുണ്ട്. ആ സമയത്ത് ഗോകുൽ പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, താ കണ്ടില്ലേ ചോര നിൽക്കാതെ ഒഴുകുകയെന്ന് പറഞ്ഞിട്ട്, ഞാൻ എന്തായാലും പോയി മഞ്ഞൾപ്പൊടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ആ സമയത്ത് ധനലക്ഷ്മി കൺമണിയുടെ കൈ പിടിച്ച് പൊക്കിയിട്ട് പറയുന്നുണ്ട്, നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ, നീ പലതും കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നുണ്ട് ധനലക്ഷ്മി. എന്നിട്ട് ധനലക്ഷ്മിയെ നോക്കി നിൽക്കുന്ന കൺമണിയെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സാഗറിനെ സുജയനെയാണ്. സാഗറിനെ ആരോ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ കൃപയെ കൊണ്ടുപോകാൻ ഉള്ള ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു, പിന്നെ ഇനി അവിടെ വിദഗ്ധ ചികിത്സ കൃപയ്ക്ക് കിട്ടിക്കോളും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആ സന്തോഷം നമ്മുടെ സുജയടുത്തും വന്ന് പറയുന്നുണ്ട്, കൃപയെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു, അവിടെ ചികിത്സ കിട്ടുമെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ സന്തോഷം വെക്കുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ട് കൃഷി വരുന്നുണ്ട്. എന്നിട്ട് കൃഷിൻ്റെ അടുത്ത് ഈ കാര്യം പറയുമ്പോൾ കൃഷിന് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് കൃഷി സാഗറിനെ സോപ്പിടാനാണെന്ന് തോന്നുന്നു ഒരു നാരങ്ങ മിഠായി പ്രയോഗമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അത് സാഗറിന് കൊടുക്കുന്നുണ്ട്. അത് കണ്ട സാഗർ സുജയ് വീഴുന്നുണ്ട്. എന്നിട്ട് അവർ ആദ്യമായിട്ട് നാരങ്ങ മിഠായി കണ്ട സന്തോഷം പോലെയാണ് അവരുടെ, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊച്ചു കുട്ടികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നുണ്ട് നാരങ്ങ മിഠായിക്ക്. എന്നിട്ട് പിന്നീട് വേറൊരു ട്രാക്കിലേക്ക് പോവുകയാണ് സാഗറും സുജയും. അവരവരുടെ പ്രണയകാലത്തിൻ്റെ സ്മരണകൾ അയവിറക്കാൻ പോവുമായിരുന്നു. ആ സമയത്ത് അത് മനസ്സിലായ കൃഷിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റി നൈനിയായ കൺമണി ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയാനുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവരികയാണ് അവരെ. എന്നിട്ട് തൻ്റെ വിഷയം അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. അച്ഛാ, എനിക്ക് ഒരാളെ, ഞാൻ ഇത്രയും നാളും പഠിച്ചിട്ടുള്ള നമ്മൾ സഹായിക്കണം ആൾക്കാരെ എന്നാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരാളെ സഹായിക്കണം എന്നുണ്ട്. ആരെയാണെന്ന് വെച്ചാൽ കൺമണിയാണ് എന്ന് പറയുന്നത് വെച്ചാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഇനിയുള്ള പുതുപുത്തൻ എപ്പിസോഡിൻ്റെ പ്രൊമോസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.